നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ശേഷം ബന്ധത്തിൽ നിന്നും പിന്മാറാൻ യുവാവിന്റെ സമ്മർദ്ദവും ഭീഷണിയും കാരണം ദളിത് യുവതി ജീവൻ ഒടുക്കിയതായി പരാതി. പുതുക്കാട് വടക്കേത്തുറവ് സ്വദേശിനി പട്ടത്ത് വീട്ടിൽ അശോകന്റെ മകൾ അനഘയാണ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച പുലർച്ചെ മരിച്ചത്. വള്ളിവട്ടത്ത് വീട്ടുപറമ്പിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. കോഴിക്കോട് കൊല്ലംപറമ്പിൽ അശോകന്റെ വീട്ടിന് പിന്നിലെ പറമ്പിൽ നിന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. ഞായറാഴ്ച പുലർച്ചെ 6 മണിക്ക് അസാധാരണമായ ശബ്ദം കേട്ട് വീട്ടുകാർ പറമ്പിൽ അന്വേഷിച്ചപ്പോഴാണ് കുറുനരിയെ ചുറ്റിവരിഞ്ഞ നിലയിൽ പാമ്പിനെ കണ്ടെത്തിയത്. മാള ഗുരുതിപ്പാലയിൽ കൃഷിവകുപ്പ് സ്ഥാപിച്ചിരിക്കുന്ന കണ്ടെയ്നർ നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന ആരോപണമായി BJP രംഗത്ത്. കണ്ടെയ്നർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രൊജക്ട് റിപ്പോർട്ടിൽ പറയുന്ന രീതിയിലല്ല നിർമ്മാണം നടത്തിയിരിക്കുന്നതെന്ന് BJP പ്രതിനിധികൾ. പാലിയക്കരയിൽ നിർത്തിയിട്ട കാറിൽ നിന്നും MDMAയും കഞ്ചാവുമായി യുവാവ് പിടിയിൽ. കൊല്ലം സ്വദേശി വെളിയത്ത് പുരയിടം വീട്ടിൽ 41 വയസ്സുള്ള സുൽഫീഖറാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 9 ഗ്രാമോളം MDMAയും 10 ഗ്രാം കഞ്ചാവും പോലീസ് കണ്ടെടുത്തു. കർഷക സംഘം മാള ഏരിയ കൺവെൻഷൻ നടന്നു. അഷ്ടമിച്ചിറ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് K അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാലയുടെയും നേത്ര ഐ കെയർ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്തങ്കടവ് ഡിവിഷൻ NDA തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കൺവീനർ KK സുരേഷ് അധ്യക്ഷനായി. മാള പ്രവാസി വെൽഫെയർ ഫോറം കൊടുങ്ങല്ലൂർ മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. പ്രവാസി വെൽഫെയർ ഫോറം ജില്ലാ പ്രസിഡന്റ് PK അക്ബർ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി വെൽഫെയർ ഫോറം മണ്ഡലം കൺവീനർ PA ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. മാളപ്പള്ളിപ്പുറം വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഗ്രാൻഡ് പാരന്റ്സ് ഡേ ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവകയിലെയും അയൽ ഇടവകകളിലെയും 70 വയസ്സിന് മുകളിലുള്ള 130ഓളം അപ്പാപ്പന്മാർക്കും അമ്മാമ്മമാർക്കുമായി പ്രത്യേക കുർബാനയും കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സോടെ സമാപിക്കുന്നു. നമസ്കാരം.